സംസ്ഥാനത്തെ നിരത്തുകളിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടായിസം കാണിക്കുന്നത് കോഴിക്കോട്ടെ ബസ് ജീവനക്കാരാണ്. ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടവും ഇതേ തുടർന്നുള്ള സംഘർഷങ്ങളും പതിവാണ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പരാതി. വടകരയിൽ നിന്ന് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയ സ്വകാര്യ ബസ് ഡ്രൈവറെ വിശ്രമിക്കുമ്പോൾ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊല്ലാനാണ് ശ്രമമുണ്ടായത്. മറ്റൊരു ബസ്സിലെ ജീവനക്കാരനാണ് ആക്രമണം നടത്തിയത്. ഡ്രൈവർ കൊയിലാണ്ടി സ്വദേശി നൌഷാദ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 6:45 വടകരയിൽ നിന്ന് പുറപ്പെട്ട് 8:30 കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെത്തിയ ബസ് ട്രാക്കിൽ കയറ്റിയിട്ട ശേഷം ഡ്രൈവർ നൌഷാദ് പിൻസീറ്റിൽ വിശ്രമിക്കുകയായിരുന്നു. ഈ സമയം നേരത്തെ പരിചയമുള്ള ഷഹീർ ബസ്സിൽ പാഞ്ഞു കയറി ആക്രമിച്ചെന്നാണ് പരാതി. കൈകൊണ്ട് മുഖത്തടിക്കുകയും കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് കണ്ടക്ടർ പ്രമോദ് ബസ്സിൽ കയറി പിടിച്ചുമാറ്റിയെങ്കിലും പ്രതി പിൻസീറ്റിനടിയിൽ നിന്ന് ജാക്ക് ലിവർ എടുത്ത് നൌഷാദിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. അടിയേറ്റ നൌഷാദ് രക്തം വാർന്ന് ബസ്സിൽ വീണു. ബഹളം കേട്ട് മറ്റു ബസ്സുകളിലെ ജീവനക്കാർ എത്തിയതോടെ പ്രതി ഷഹീർ ഓടി രക്ഷപ്പെട്ടു. പരിക്കേറ്റ് അബോധാവസ്ഥയിലായ നൌഷാദിനെ ബസ് ജീവനക്കാരാണ് തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇയാൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രതി കണ്ണൂർ മമ്പറം കുണ്ടത്തിൽ പി കെ ഷഹീറിനെ പിന്നീട് കസബ ഇൻസ്പെക്ടർ ജി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. നൌഷാദ് മറ്റൊരു ബസിന്റെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞാണ് പ്രതി ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസവും പുതിയ ബസ് സ്റ്റാൻഡിന് പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്.